ചൂണ്ടിക്കാണിച്ചത് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് വരുന്ന ആൾക്ക് പെട്ടെന്ന് സ്ഥാനം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് സന്ദീപായിട്ട് വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും താങ്കൾക്ക് പറയാം? അല്ല, അതൊക്കെ പാർട്ടി ആലോചിച്ചപ്പോൾ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അതൊക്കെ ആലോചിച്ച് ചെയ്യാം, സമയമുണ്ടല്ലോ. ഇപ്പോൾ ഈ പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നത്. സ്ഥാനമാനങ്ങളുടെ ചർച്ചകളിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. പാലക്കാട് ജയത്തിൽ സന്ദീപിന്റെ സാന്നിധ്യം അത് വിജയം അരക്കിട്ടുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജയിക്കുകയായിരുന്നു. പക്ഷെ വന്നപ്പോൾ ആ വിജയം ഒന്നുകൂടെ സ്ട്രോങ് ആയി ഭൂരിപക്ഷം വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. കാരണം BJPയിലെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തലേ ദിവസം കൊടുത്ത പരസ്യങ്ങൾ LDFന് വിനയായി. LDFനെ സ്നേഹിക്കുന്ന പ്രവർത്തകർ പോലും മാറി വോട്ട് ചെയ്തു. അതാണ് ഭൂരിപക്ഷം വർദ്ധിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം. ആ പരസ്യം വളരെ മോശമായി പോയി. അത് ഭാവിയിലെങ്കിൽ ആവർത്തിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ഇടതുപക്ഷം ശ്രമിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട പോക്കാണ്. ഇപ്പോൾ ആ പാർട്ടിയുടെ ചില സംഭവവികാസങ്ങളൊക്കെ എല്ലാ ദിവസവും TV കാണുന്നുണ്ട്. ഏറ്റവും മോശം ഒരു പൊതുപ്രവർത്തകർ പാലിക്കേണ്ട മര്യാദ പാലിക്കാത്തവരെ തലപ്പത്ത് കൊണ്ടുവരണമെന്നാണ് പരാതി. കരുനാഗപ്പള്ളിയിൽ സംഭവം തന്നെ ഞാൻ പറഞ്ഞു, അത് വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ് തകരുക. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കരുത്. ആ പരസ്യം BJPക്കാർ അഖിലേന്ത്യാ തലത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു കേരള പതിപ്പായിട്ട് മാറിപ്പോയി. അതിൻ്റെ ശിക്ഷയാണ് പാലക്കാട് ജനങ്ങൾ അവർക്ക് നൽകിയത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ എന്നോളം ഇല്ലാത്തൊരു സംഭവമാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ കഴിച്ചു. ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു BMW കാറിന് ഒരു ദിവസത്തെ പെട്രോളിനുള്ള കാശിൻ്റെ പകുതി പോലും ഇല്ല. ഒരു 1600 രൂപ എന്ന് പറഞ്ഞാൽ എന്തിനതിൽ കൈയിട്ട് വരുന്നത്? രണ്ടുപേരും ഉണ്ട്. ഈ കൈയിട്ട് വാരുന്നവനും നാടൻ ഭാഷയിൽ പറഞ്ഞ വെറും പെറുക്കികളാണ്, അവർക്ക് കൊടുക്കുന്നവരും അതിലേറെ കഷ്ടമാണ്. അത് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഒരു 1600 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാസം 1 ലക്ഷം വരുമാനമുള്ള വിദ്വാന്മാർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആരെ ദ്രോഹിക്കുകയാണ്? അത് മനഃപൂർവ്വം ദ്രോഹിക്കുകയല്ല ആൾക്കാരെ. എന്തോ ആർക്കും കാശ് കിട്ടരുതെന്നുള്ള വാശി. ഒന്നാമത് ഇത് തന്നെ കിട്ടുന്നില്ല അവരേക്ക്. ക്ഷേമ പെൻഷൻ തന്നെ 6 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ 2 മാസത്തെ ഇലക്ഷൻ വന്നപ്പോൾ കൊടുത്തതാണ്. ബാക്കി എന്ന് കിട്ടുന്ന അറിയില്ല. അതുപോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് എവിടെ എത്തി നിൽക്കും കാര്യം? അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ സർക്കാർ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത്. ഞാൻ പറയുന്നത് ശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. കാരണം ഇത്രയും മുന്തിയ വരുമാനമുള്ളവർ 1600 രൂപ കൈയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും X or Y നടപടിയെടുക്കാൻ സർക്കാർ വൈകരുത്. ആ ലിസ്റ്റ് ഒന്ന് കാണണം. ഈ ഇത്രയും മുന്തിയ സംവിധാനമുള്ള വിദ്വാന്മാർ ഇങ്ങനെ നാടൻ ഭാഷയിൽ വേറൊക്കെയാണ് പറയുക, പക്ഷെ അത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശക്തമായുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വെലങ്ങാട് സഹായധനം വളരെ തുച്ഛമായിട്ടുള്ള സഹായധന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 13 കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആകെ 11 ലക്ഷം മറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒട്ടും ഇതല്ല. അവിടെ ആളുകൾ മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരണം ഒന്നിൽ ചുരുങ്ങിയെങ്കിലും ഉള്ളവർക്കെല്ലാം നഷ്ടപ്പെട്ടു. കാരണം കാർഷിക മേഖലയാണ്. ഞാനവിടെ 5 വർഷം MP ആയിരുന്ന ആളാണ്. ആ കാർഷിക മേഖല ഇനി ഒരു വരുമാനം ഇല്ലാത്ത രീതിയിലേക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തര സഹായം സംസ്ഥാന സർക്കാർ അവർക്ക് നൽകണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വയനാടിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം തെറ്റാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിശക്തമായിട്ട് അവരുടെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത് 3 വാർഡിൻ്റെ പ്രശ്നമല്ല, ഒരു നാടിൻ്റെ പ്രശ്നമാണ് എന്ന് അവർ മനസ്സിലാക്കണം. SDPIയുടെ നിലപാട് കോൺഗ്രസ് എന്തെങ്കിലും തരത്തിൽ മയപ്പെടുത്തുന്നുണ്ടോ? കാരണം പാലക്കാട് വിജയം പ്രഖ്യാപിച്ച ഉടനെ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയ SDPI പ്രവർത്തകരായിരുന്നു. അവരുടെ കൊടിയുമായിട്ട് അതിനോടുള്ളൊരു സമീപനം എങ്ങനെയാണ്? അത് ഞങ്ങൾ ഫുൾ റിസൾട്ട് വന്നിട്ട് ആഹ്ലാദ പ്രകടനം നടത്താമെന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അല്പം വൈകിയത്. ഫുൾ റിസൾട്ട് വന്നിട്ട് നടത്തിയാൽ മതി നിർദ്ദേശം കൊടുത്തിരുന്നത്. അതിന് മുമ്പ് ആരെങ്കിലും തിരക്കിട്ട് നടത്തിയാലേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല.